ഗേൾസ് അയക്കുന്ന പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്ക് ആകുന്നത്. അവർ വിശ്വസിക്കുന്നത് എന്താണ്, ഇവളിങ്ങനത്തെ ആളാണ്. നമ്മൾ എവിടെയും സേഫ് അല്ല. ഇന്നലെ സൈബർ സെക്യൂരിറ്റി രംഗത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു സഹോദരൻ, ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു ഇൻസ്റ്റഗ്രാം ലിങ്ക് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം ലിങ്ക് എന്നോട് പറഞ്ഞു, നീ ഇതൊന്ന് കാണണം, നീ എന്തായാലും ഇത്തരം സെഷനുകളൊക്കെ പങ്കെടുക്കുന്ന ആളാണല്ലോ, അപ്പോൾ ഇത് സമൂഹം അറിയേണ്ടതാണ് എന്നുള്ള പേരിലൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അദ്ദേഹം അയച്ചത് വേറൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഞെട്ടിപ്പിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പലപ്പോഴും ചെറിയ മെമ്മറീസുകൾ എന്നുള്ള പേരിൽ, അതായത് അല്ലെങ്കിൽ ചെറിയ മൊമെൻറ്റ്സുകൾ എന്നുള്ള പേരിൽ പെൺകുട്ടികളിലെടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടുള്ളൊരു ചോദ്യമാണ്. അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചെന്ന ആ ഒരു വീഡിയോയുടെ ലിങ്ക് അത് പച്ചയായിക്കൊണ്ട് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇപ്പോഴും ഈ ഒരു വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ലോകത്തായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ചൊരു ജെൻസി കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി ജെൻസി ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, 2K കിഡൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ലോകത്തായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലൊക്കെ മൊമെൻറ്റ്സുകൾ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. ഫുള്ള് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഇന്ന് ഫോട്ടോകളുടെ കാലമാണല്ലോ. അപ്പോൾ എന്ത് ഒരു ട്രിപ്പ് പോയാൽ ഫോട്ടോയാണ്, അതുപോലെ തന്നെ ഒരു യാത്ര പോയാൽ ഫോട്ടോയാണ്. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂൾ തൊട്ടടുത്തൊരു TTC സെൻ്ററുണ്ട്. അപ്പോൾ പുതിയ കുട്ടികളവിടെ വന്നാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് മുമ്പ് കുറച്ച് ചെടിയൊക്കെ വെച്ച് നല്ല അത്യാവശ്യം കാണാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അവർ ഒരു ചമ്മി വന്ന് മാറിക്കുന്ന രൂപത്തിലേക്ക്, കുറച്ച് ലജ്ജ വന്ന് മാറിക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടായി. പലപ്പോഴും ഒരാൾ എവിടെ ഉള്ളതെന്ന് അറിയിക്കുന്നത് അയാളുടെ ഇൻസ്റ്റയിലെ ഫോട്ടോ നോക്കിയില്ല. അതെ, ആണല്ലോ. അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഫോട്ടോ എവിടെയാണെങ്കിലും ഏത് മൊമെൻറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു ട്രെൻഡായിക്കൊണ്ട് കണ്ട്. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ആ ട്രിപ്പ് ആസ്വദിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, അത് ഫോട്ടോ എടുത്ത് അത് മെമ്മറിയാക്കി സൂക്ഷിച്ച് വെക്കുക, അതെന്ത് ചെയ്യുക, ഒരു ഓർമ്മയാക്കി സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എന്നുള്ളത് നിങ്ങൾ കേട്ടോളൂ. വളരെ ഗൗരവത്തിൽ, വളരെ ടെൻഷനോട് കൂടി ഞാൻ അത് പറയുന്നത്. നമ്മൾ പല ആളുകളും ഇത് ചെയ്യുന്നവരാണ്. സഹോദരികളൊക്കെ കേട്ടോളൂ. ഇത്തരം നമ്മുടെ ഫോട്ടോകൾ ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റികൾക്ക് പോലും എന്തുണ്ട്, കമ്മ്യൂണിറ്റി തിരിച്ചു പോലും ടെലഗ്രാമിൽ നമ്മുടെ ഫോട്ടോകൾ വിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സുഹൃത്ത് അയച്ചെന്ന ലിങ്ക് മുഖേന ആ ലിങ്കിലുള്ള മെസ്സേജ് ഞാൻ മുഴുവനായി കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥം നെട്ടിപ്പോയി. വിഷയം എന്താ വെച്ചാൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ, അതിൽ പ്രായമായവരുടേത്, അതുപോലെ തന്നെ അതിൽ കോളേജിൽ പഠിക്കുന്നവരുടേത്, അതുപോലെ തന്നെ അതിൽ കുറച്ചൊക്കെ ഒരു ഇന്ന ഏജ് കാറ്റഗറിയിലുള്ളവരുടേത്, അതുപോലെ തന്നെ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേത്. ഓരോ ആളുകൾക്കും ഓരോ ഡിമാൻഡാണ്. ഓരോ ആളുകൾക്കും ചില ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പോലും എന്ത് ചെയ്യുന്നു, ഇത്തരം ക്രൈറ്റീരിയകൾ, ഇന്ന ഫോട്ടോകൾ അയച്ചു കൊടുക്കണം, ഇന്ന ഫോട്ടോകൾ അയച്ചു കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെലഗ്രാമുകളിൽ ഒരു സിൻഡിക്കേറ്റ് തന്നെ വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ എത്ര പേർ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ പേഴ്സണൽ മെമ്മറികൾ സൂക്ഷിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കണം. ഒരു ഐഫോണ് നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി തല്ലാണ് അല്ലേ, പിന്നെ ആ ഫോട്ടോ കിട്ടാൻ വേണ്ടി 1 മാസം 2 മാസം അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ പറയാറുള്ളൊരു വാക്കാണ്. പക്ഷേ ഈ ഫോട്ടോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100% ഉറപ്പുണ്ടോ നമ്മുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല ഉള്ളത്? ഒരു സ്ക്രീൻഷോട്ട് മതി അല്ലേ? സ്വന്തം ഉമ്മയുടെയും പെങ്ങന്മാരുടെയും ഫോട്ടോകൾ പോലും വിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥം നെട്ടിപ്പോയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് വേറൊരാളെ അയച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിൻ്റെ റൂട്ട് എവിടെയാണെന്ന് തേടിപ്പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ റൂട്ട് തേടിപ്പോയപ്പോൾ ഈ അന്വേഷണം പുറത്തു വിട്ട ഒരു സഹോദരനുണ്ട്.
അദ്ദേഹം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം പുറത്തു വിട്ടത് ഇൻവെസ്റ്റിഗേഷൻ. അത് പിന്നാലെ ചെന്നപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ പൂട്ടിച്ചിക്കണം, ബ്ലോക്ക് ചെയ്ത്. അതിപ്പോൾ അങ്ങനത്തെ ഒരു അക്കൗണ്ടേ ഇല്ല, നോട്ട് എക്സിസ്റ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് മറ്റു പല ആളുകളും എന്ത് ചെയ്യണം, ഇന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ അറിയണം, നമ്മൾ മൊമെന്റ്സുകൾ എന്നുള്ള പേരിൽ കുടുംബത്തിലും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം ഫോട്ടോകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ചെയ്യുക, അത് പബ്ലിക്കാക്കാതിരിക്കുക. കാരണം നമ്മൾ ആരും എന്തുള്ളതല്ല, സേഫ് അല്ല. ഇത്തരം വീഡിയോകളൊക്കെ പുറത്തു വിടുന്ന ആളുകൾ പോലും പറയുമ്പോൾ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇനി അത്രക്ക് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പൂതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് മാത്രം നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക. പക്ഷെ അത് ആ സുഹൃത്ത് പറഞ്ഞതിൽ ഞാൻ അതിനോട് യോജിക്കണില്ല. കാരണം അവിടെയും ദുരുപയോഗം ചെയ്യപ്പെടാം. അതെ, ഇൻഡിവിജ്വലായിട്ടുള്ള പിന്നെയും അത് ഷെയർ ചെയ്യപ്പെടാം. പല സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമ്മളെ അക്കൗണ്ടിൽ എല്ലാ ആളുകളും ഒരേ മനോ അവസ്ഥയുള്ള ആളുകളല്ല. സ്വന്തം സഹോദരിയുടെ ഫോട്ടോ പോലും വിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പാരലൽ യൂണിവേഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. അത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, മോർഫ് ചെയ്യപ്പെട്ട ഫോട്ടോകൾ എന്ത് ചെയ്യുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫോട്ടോ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇത്തരം ഫോട്ടോകൾ പിന്നെ AI ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ആവശ്യമുള്ള സിറ്റുവേഷനിലേക്ക് അതിനെ വഴിമാറ്റി മോർഫ് ചെയ്ത് അതല്ലാത്ത മറ്റു പല സംഗതികളാക്കി മാറ്റുന്ന ആ നിലക്കുള്ള സോഷ്യൽ മീഡിയ കമ്പോളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ ശരിക്ക്, പ്രത്യേകിച്ച് സഹോദരിമാര്, സ്ത്രീകളായ ആളുകളൊക്കെ ഇതിനെപ്പറ്റി അറിയില്ല, ഇതിന്റെ അപകടം ഗൗരവം അറിയാതെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സംഗതിയിൽ നിന്ന് ശരിക്കും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉറപ്പെടുത്താനുള്ളത്, സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലേ? അതാണ് നമ്മൾ എപ്പോഴും സേഫായിരിക്കാൻ നമുക്ക് നല്ലത്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും വിളിച്ചു പറയുന്നൊരു സാഹചര്യം, ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ മോശപ്പെട്ട കണ്ണോടോട് കൂടി നമ്മളെ നോക്കിക്കാണുന്നത് ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ പകർന്നു പോയി എവിടെയെങ്കിലും എത്തിയത് വേറെ രൂപത്തിലേക്ക് ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്ത് എങ്ങനെയെങ്കിലും അവർ അറിയുമ്പോഴായിരിക്കും അവർ വിശ്വസിക്കുന്നത് എന്താണ്, ഇവളിങ്ങനത്തെ ആളാണ് എന്നുള്ള രൂപത്തിലായിരിക്കും. യഥാർത്ഥം നമ്മളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ എവിടെയും സേഫല്ല, എസ്പെഷ്യലി സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സേഫല്ല. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇത്തരം ഫോട്ടോകൾ നമ്മുടെ സോഷ്യൽ പോസ്റ്റുകളിൽ ഇല്ലാതിരിക്കുക, സോഷ്യൽ മീഡിയ വാളുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.